പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം. കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. അങ്ങനെ വിശദീകരിച്ചപ്പോൾ ലാ റൈബ് എന്നുള്ളത് ഇല്ലാത്തത് 3 കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അതിലൊന്ന് അസ്സാഅത്താണ്, 2 അൽജം ആണ്, 3 തഫ്സീലുൽ കിതാബാണ് എന്നുള്ളതും നമ്മൾ വിശദീകരിച്ചിട്ടില്ല, സൂചന നൽകി. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ പിന്നെ പറയാമെന്നും പറഞ്ഞു. അതിലൊരു സഹോദരൻ ആ സംശയമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ തലക്കെട്ട്. അതിൻ്റെ ചുവട്ടിൽ വന്നിട്ട് പറഞ്ഞു സംശയമില്ല എന്നാണോ അതിൻ്റെ അർത്ഥം. ആ സഹോദരന് ചിലപ്പോൾ എൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട ആളായിരിക്കും. കാരണം ഞാൻ റൈബ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സംശയം എന്നല്ല അതിൻ്റെ അർത്ഥം എന്നുള്ളത്. കാരണം ഖുർആനിൻ്റെ ഒരു പ്രത്യേകത, ഈ മുസാഫിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു പദത്തിന് ഒരർത്ഥത്തിന് 2 പദങ്ങളില്ല. ഇപ്പം ഷക്കുൻ സംശയം, റൈബുൻ സംശയം. അപ്പോൾ സംശയം എന്ന അർത്ഥം വരുന്ന 2 വാക്ക് അങ്ങനത്തെ ഒന്ന് ഇല്ല, പര്യായം ആയിട്ടില്ല എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ 2 വാക്കുകൾ ഒരർത്ഥത്തിന്, അതുപോലെ തന്നെ 2 വാക്കുകളാണ് ഇപ്പോൾ ഒരർത്ഥത്തിന്, വേറെ ഒന്നും കൂടി ഇല്ല. നേരെ അക്സായിട്ട്, നേരെ എതിരായിട്ടും ഖുർആനിലില്ല. അപ്പോൾ നമ്മൾ സംശയം എന്നുള്ള അർത്ഥത്തിന് 2 വാക്കുകൾ, ഒന്ന് ഷക്ക്, ഖുർആൻ ഉപയോഗിച്ച വാക്കാണ്, അമില്ലാഹി ഷക്കുൻ എന്ന് ചോദിക്കണം. പിന്നെ റൈബ്, അങ്ങനെയില്ല. അത് ഞാനിപ്പോൾ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ നിർത്തുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, സാഅത്ത് എന്നുള്ളത് മാഷ് പറഞ്ഞതിൽ നിന്ന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ യൗമുൽ ജംഅ ഇപ്പോഴും അങ്ങോട്ട് ഒരു കുറച്ചെങ്കിലും അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സൂചിപ്പിച്ചു. അതൊന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ എന്നാൽ അതൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം എന്നുള്ളതാണെന്ന് എൻ്റെ വിഷയം. അതാണ് അത് സൂറത്തു ആലു ഇമ്രാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ആലു ഇമ്രാനിൽ 9-ാമത്തെ വചനാണ് റബ്ബന ഇന്നക ജാമിഉൻ നാസി. നാസിനെ നീ ഒരുമിച്ച് കൂട്ടും എന്നാണ് പറയുന്നത്. നാസ് എന്നുള്ളത് നമുക്കറിയാം, ആത്മീയജ്ഞാനത്തിൻ്റെ തലങ്ങളിലേക്ക് ഇപ്പോൾ അവർ വന്നിട്ടില്ല, അത് വിസ്മരിച്ച് കളഞ്ഞ അവസ്ഥയിലാണ്. ആദമിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നസിയാന്ന് പറഞ്ഞല്ലോ, മറന്നു കളഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അത് മൂസയുടെ അടുത്തേക്ക് എത്തുമ്പോൾ ഒമാ അൻസാനിഹി ഇല്ല ഷെയ്ത്താനു എന്നാണ്. ഷെയ്ത്താനാണ്, നമ്മുടെ ഉള്ളിലെ ഷെയ്ത്താനാണ് ആ ആത്മജ്ഞാനത്തെ മറപ്പിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നാസികളെയാണ് ഈ യൗമുൽ ജംഇലേക്ക് ഒരുമിച്ച് കൂട്ടുന്നു പറയുന്നത്. അതിൽ 2 ഗുണങ്ങളുണ്ടാവും ഈ നാസിക്ക്. നല്ല ഗുണങ്ങളുണ്ട്, ചീത്ത ഗുണങ്ങളുണ്ട്. അതായത് ഫിറൗനി ഗുണങ്ങളുണ്ട്, മൂസവി ഗുണങ്ങളുണ്ട്. ഫിറൗനി ഗുണം എന്ന് പറഞ്ഞാൽ അഹങ്കാരാണ്, കിബറാണ്, ഇസ്സത്താണ്, ഹിക്താണ്, കറാഹത്താണ്, വെറുപ്പാണ്, ശത്രുതയാണ്, പകയാണ്, ഞാൻ എന്ന ഒരു ചിന്തയാണ്, ഇതൊക്കെയാണ്. എന്നാൽ മൂസയുടെ തലം എന്ന് പറയുന്നത് അത് ബുദ്ധി ഉപയോഗിക്കുകയാണ്, ജ്ഞാനത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. എൻ്റെ അറിവ് ഇത് പരിപൂർണമല്ല എന്ന് മനസ്സിലാക്കി ആത്മജ്ഞാനത്തെ തേടുന്ന മനുഷ്യൻ്റെ ബുദ്ധിയാണത്. അപ്പോൾ ഈ 2 ഗുണങ്ങൾ കൂടി ഒരാളുടെ മനസ്സിലുണ്ടാവുമ്പോൾ അതാണ് നാസി എന്ന് പറയുന്നത്. ഇവരെയാണ് സത്യത്തിലേക്ക് ഒരുമിച്ച് കൂട്ടും എന്ന് പറയുന്നത്. അതാണ് യൗമുൽ ജംഅ. അതിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പരലോകം ഇല്ല എന്നല്ല, അതിൻ്റെ ലാഹിർ അങ്ങനെ ഉണ്ടാകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാത്തത് കൊണ്ട്, 2ഉം പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. ഈ വാക്കിന് അർത്ഥം അതല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം അതിൻ്റെ അധികാരം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ 2 നാസി, അതാണ് നാസ് എന്ന് പറയുമ്പോൾ അവർ ആ ജ്ഞാനത്തിൻ്റെ മേഖലയിലേക്ക് അവർ കടന്നു വന്നിട്ടില്ല.
ഇത് ഞാൻ എൻ്റെ ഒരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു വിഷയം, ഭാഷാപരമായൊരു വിഷയം ആഴത്തിൽ പഠിക്കണം എന്ന് എനിക്ക് തോന്നിയപ്പോൾ ആ വിഷയം അദ്ദേഹത്തിന് ആഴത്തിൽ അറിയും എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇങ്ങനെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഞാൻ വലില്ലാഹി അലന്നാസി എന്നിങ്ങനെ പറഞ്ഞു, ഹിജുൽ ബൈത്തിന്ന്. നാസിനാണ് ഹിജുൽ ബൈത്ത്. പിന്നെ മറ്റായത്ത് ഓതി അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി, അന്നാസി ബിൽ ഹജ്ജി എന്ന് വീണ്ടും ഇങ്ങനെ ഞാൻ വായിച്ചു. അപ്പം എൻ്റെ ഗുരുവിന് വിഷയം മനസ്സിലായി, എവിടേക്കാണ് ഞാൻ കൊണ്ടുപോകണതെന്ന്. സൈദലവി എന്നാണ് എന്നെ വിളിക്കുക. സൈദലവി, നീ പറയുന്നത് എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ അനുബന്ധമായിട്ട് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അതാണ് അന്നാസിനെയാണ് ഇവിടെ ഒരുമിച്ച് ചേർക്കുന്നത്, അതിൽ റൈബില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 3 ജുമഅയാണ് ഖുർആനിൽ പറയുന്നത്. ഒന്ന് ഫിറൗനിൻ്റെ 3 ജുമഅയും ഒന്ന് മൂസയുടെ 3 ജുമഅയും. ഇത് രണ്ടും കഴിഞ്ഞ് 4ാമത്തെ ജുമഅ സൂറത്ത് അശ്ശൂറയിൽ 61 മുതൽ 66 വരെയുള്ള വചനങ്ങളിൽ 4ാമത്തെ ജുമഅ പറയുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് 2 കൂട്ടരും ഒരുമിച്ച് ചേരുന്ന വേള എന്നുള്ളത് ഞാൻ വിശദീകരിക്കേണ്ടത്. ഈ ഇന്നക ജാമിഉന്നാസി ലി യൗമിൻ ലാ റൈബ ഫീഹി എന്ന് പറയുന്ന ആ യൗമു തഗാബുനാണ്. അവിടെയാണ് ഇവർ 3ാമത്തെ ഒരുമിച്ച് ചേരൽ നടക്കുന്നത്. അത് കഴിയുമ്പോൾ ഉള്ള ജംആനിയിലാണ് അവർ ഒന്നായി മാറുന്നത്. അതായത് നമ്മുടെ ഉള്ളിലാണ് സഹോദരങ്ങളെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. നമുക്ക് ആത്മജ്ഞാനത്തിൻ്റെ ആ തലത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഫിർഔൻ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തനങ്ങളെങ്കിലും താൽക്കാലികമായി അവിടെ ഇല്ലാതായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ സംഭവം. അല്ലാതെ ഒരു നൈൽ നദിയിൽ കൊണ്ടുപോയി ഒരു വ്യക്തിയെ മുക്കിക്കൊന്നു എന്നുള്ള അർത്ഥത്തിനല്ലാതെ. ഇത് ഞാനിനി അതൊന്ന് വിശദീകരിക്കാം. യൗമ യജ്മഅക്കും ലി യൗമിൽ ജംഇ എന്ന് പറയുന്ന സൂറത്തു തഗാബുനിലെ ദാലിക യൗമു തഗാബുൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ആ വചനമുണ്ട്. സൂറത്തു തഗാബുനിൽ 9ാമത്തെ വചനം ഒന്ന് വായിക്കുക നിങ്ങൾ. നിങ്ങളെ ഒരു ജംഇൻ്റെ യൗമിലേക്ക് നിങ്ങളെ അവൻ ഒരുമിച്ച് ചേർക്കും. ആ ദിവസം ദാലിക യൗമു തഗാബുൻ, ഡേ അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിവസം എന്നുള്ള അർത്ഥത്തിനല്ല യൗമ്. ഒരു വിജ്ഞാനത്തിൻ്റെ മേഖലയാണ്. നമ്മൾ ഈ രാപ്പകൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസം എന്നുള്ള അർത്ഥത്തിനല്ല. അതൊക്കെ നമ്മെ സംബന്ധിച്ചുള്ളതാണ്. അതാണ് ദാലിക യൗമു തഗാബുൻ എന്ന് പറയുന്നത്. തഗാബുൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. നബഗ എന്നുള്ള വാക്കിൽ നിന്നാണ് തഗാബുൻ ഉണ്ടാകുന്നത്. ഒബന അല്ലെങ്കിൽ നബഗ. ഒബന എന്ന് പറയുമ്പോൾ അത് അവന് വിജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുന്ന വേള എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ നാബിഗാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിജ്ഞാനത്തിൽ നൈപുണ്യം നേടുക എന്നാണ് അർത്ഥം. ആ നബകയും ഒബനയും അത് ഒരേ റൂട്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് പബ്ലിഷ് ആക്കിയിട്ടില്ല. അത് നിങ്ങൾ കേൾക്കും. ഇങ്ങനെ വാക്കുകളുടെ ഒരുമിച്ച് വരുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴുള്ള അർത്ഥങ്ങളുടെ സാമ്യം ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ യൗമു തഗാബുൻ ഞാൻ വളരെ വിശദമായി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തഗാബുൻ എന്ന് പറയുന്നത് വൈജ്ഞാനികമായ ഉയരങ്ങളിലേക്ക് ഒരാൾ എത്തുന്ന വേളയാണ് അയാളുടെ യൗമു തഗാബുൻ എന്ന് പറയുന്നത്. ആ യൗമു തഗാബുനാണ് അവിടെയാണ് അവരെ ഒരുമിച്ച് അവൻ ചേർക്കും എന്ന് പറയുന്ന ആ വേള. ഇനി ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു 3 ജുമഅകൾ ഫിറൗന് നടത്തുന്നുണ്ട്. അല്ലദീ ജമഅ മാലം വഅദ്ദദ. സൂറത്ത് ഹുമസ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. അതിൽ ഹുമസ, സൂറത്തുൽ ഹുമസയിൽ 2ാമത്തെ വചനത്തിലാണ് ആ പറയുന്നത്. വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. അതാണ് 1ാമത്തെ ജമഅ ഫിറൗനിൻ്റെത്. തൻ്റെ ആളുകളൊക്കെ
ഒരുമിച്ച് ചേർക്കുകയും അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന വേള ഫതവല്ല ഫിർഔനു ഫജമഅ കൈദഹു എന്ന് പറയുന്ന സൂറത്ത് താഹയിൽ 60-ാമത്തെ വചനാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 60-ാമത്തെ വചനത്തിൽ ഫതവല്ല ഫിർഔന് സ്വന്തത്തിലേക്ക് തിരിയാണ്, അള്ളാഹുവിനിലേക്കല്ല. അവൻ്റെ വിജഹത്ത് വജിഹിയ ലദി ഫത്തറ സമാവാത്തി വല്ലർദിലേക്കല്ല വജ്ജഹത്ത് വജിഹിയ ഫവല്ലു ഉജൂഹക്കും ശത്രഹു എന്ന് പറഞ്ഞ അങ്ങോട്ടല്ല, സ്വയം തൻ്റെ ഈഗോയിലേക്കാണ് തിരിയുന്നത്. അതാണ് തവല്ല ഫിറൗനു എന്ന് പറയുന്നത്. തന്നെ വലിയാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഫജമാ കൈതുഹു, താൻ മനസ്സിലാക്കിയ സത്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുകയാണ്. ഒരു ഈഗോ ഉള്ള മനുഷ്യൻ മനസ്സിലാക്കുന്ന സത്യങ്ങൾ എന്താണുള്ളത് നമുക്കറിയാം. അതിനെ ശേഖരിച്ചുകൊണ്ടാണ് അവൻ വരുന്നത്. അത് രണ്ടാമത്തെ ജുമാ. മൂന്നാമത്തെ ഫജുമിയ സഹറത്തു ലിമീഖാത്തി യൗമി മഅലൂം എന്ന് പറയുന്ന സൂറത്ത് ഷുറായിലെ 38-ാമത്തെ വചനം. ഈ 3 ജുമയാണ്, അതായത് സഹറത്ത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ തെറ്റായിട്ട് മനസ്സിലാക്കുന്ന നമ്മുടെ അവസ്ഥയാണ് നമ്മുടെ ഉള്ളിലെ സാഹചര്യങ്ങൾ. ജാലവിദ്യക്കാരെന്നൊക്കെ ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ പാരമ്പര്യമായിട്ട്. ആ ജാലവിദ്യക്കാരെ മുഴുവൻ ഒരുമിച്ച് ചേർത്തു എന്ന് പറയുന്ന നമ്മൾ പഠിച്ചിരുന്ന ആ ഒരുമിച്ച് ചേർക്കൽ. അപ്പം നമ്മിലെ തെറ്റായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആ തലങ്ങളെ മുഴുവൻ നമ്മൾ ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഈ 3 ജുമയാണ് ഫിറൗൻ നടത്തുന്നത്. പ്രത്യേകം മനസ്സിലാക്കുക. യഥാർത്ഥ ജുമക്ക് ഫിറൗന് വരുന്നില്ല എന്നർത്ഥം. കുറച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണത്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ പറഞ്ഞത്, മൻ തറക്ക സലാസ ജുമഅൻ, 3 ജുമ ഒരാൾ ഒഴിവാക്കിയാൽ, തഹാവുനൻ ബിഹ, ആ ജുമകളെ നിസ്സാരമായി കണ്ടുകൊണ്ട്, അത് വലിയ കാര്യമൊന്നുമില്ല, ആ ജുമക്ക് പോകേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് 3 ജുമ ഒരാൾ ഒഴിവാക്കിയാൽ, തബ അള്ളാഹു അല കൽബിഹി, അള്ളാഹു അവൻ്റെ കൽബിൽ തബ മുദ്രയടിക്കും എന്ന് പറയുന്നത്. അതാണ് ഒരു ഹദീസാണത്. അപ്പോൾ അതാണ് ഈ 3 ജുമ ഒഴിവാക്കിയ ആൾ ഫിറൗനാണ്. അവൻ്റെ കൽബിലാണ് അള്ളാഹു തബ ചെയ്യുന്നത്. അത് സൂറത്ത് ഗാഫിറിൽ ഒന്ന് കൃത്യമായി എൻ്റെ സഹോദരങ്ങൾ ഇത് പഠിക്കന്നെ വേണം. സൂറത്ത് ഗാഫിറിൽ 35-ാമത്തെ വചനത്തിൽ അത് പറയുന്നുണ്ട്. കദാലിക യത്ബഉല്ലാഹു, അപ്രകാരം അള്ളാഹു മുദ്രയടിക്കുന്നു, അലാ കുല്ലി കൽബി മുതകബ്ബിരിൻ ജബ്ബാർ എന്ന് പറയുന്നുണ്ട്. 35-ാമത്തെ വചനത്തിലാണ്. അപ്പോൾ പിന്നെ അതിന് 36-ാമത്തെ വചനത്തിൽ കാല ഫിറൗനു എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അടുത്ത വചനം വരുന്നത്. അപ്പോൾ ഈ മുതകബ്ബിറും ജബ്ബാറുമായ മനുഷ്യൻ ഫിറൗനാണ്. അത് ഞാൻ സൂറത്ത് കഹ്ഫ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അതിലെ 1-2 ആയത്തുകൾ വിശദീകരിച്ചപ്പോൾ ആ സഫീനത്തിനെ പൊളിച്ച് കളയാനുള്ള കാരണം പറഞ്ഞിരുന്നു. കാരണം അതിനെ പൊളിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ, മനസ്സാവുന്ന ആ കപ്പലിനെ പൊളിച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ, അത് ഈ ഈഗോയുമായി മുന്നോട്ട് യാത്ര പോയാൽ അതിൻ്റെ അധികാരം ആരുടെ കയ്യിലാവുമെന്ന് പറഞ്ഞാൽ മലിക്കുൻ ജബ്ബാറിൻ്റെ കയ്യിൽ അത് ആ മലിക്കുൻ ജബ്ബാർ അത് പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞത് നമ്മിലെ ഉള്ളിലെ ഫിറൗനാണ്. അതുകൊണ്ട് ഈഗോ ഒക്കെ മുഴുവൻ അവസാനിപ്പിച്ച് അതിൻ്റെ ഭാരങ്ങൾ മുഴുവൻ ഇറക്കി വെക്കണം. അതാണ് അതിനെ പൊളിക്കൽ. ആ കപ്പലിനെ മുന്നോട്ട് സഞ്ചരിക്കാൻ അനുവദിച്ചുകൂടാന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ മലിക്കുൻ മുതകബ്ബിറും ജബ്ബാറുമായ ആളുകളുടെ കൽബിന് അള്ളാഹു യത്ബഉ എന്ന് സൂറത്ത് ഗാഫിർ 35-ൽ പറയുന്നുണ്ട്. ആ യത്ബഉവും ഇവിടെ ഈ ഫിറൗനാണത്. കാരണം ഫിറൗനാണ് മൂസ വിളിക്കുന്ന ജുമഅക്ക് വരാത്തത്. അതുകൊണ്ട് നമ്മൾ നിലവിൽ ജുമയില്ല എന്ന് അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് രണ്ടും കൂടി ഒരാൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ കൂടുതൽ സംസ്കരിക്കപ്പെടുകയാണ്. അതിൻ്റെ ലാഹിറും ബാത്തിനും കൂടി കൊണ്ടുപോകുമ്പോൾ
ബാഹ്യമായ ജുമഅ നമ്മളത് നടത്തുന്നതോടുകൂടി തന്നെ ആന്തരികമായി നമ്മുടെ ഉള്ളിൽ സംസ്കരിക്കപ്പെടുന്ന ഈ ജുമഅയും കൂടി ഒരു വ്യക്തി നടത്തുമ്പോൾ ആ വ്യക്തിയിൽ ആത്മീയമായി അവൻ സംസ്കരിക്കപ്പെട്ട് അവനൊരു പൂർണ്ണ മനുഷ്യനായി മാറുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യണത്. അപ്പോൾ ഒന്നെടുത്തിട്ട് ഒന്ന് കളയണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇവിടെ മൂസയുടെ ജുമഅക്ക് വരാതെ ഫിർഔൻ സ്വന്തമായി നടത്തുന്ന ജുമഅ. അതാണ് ജമഅ മാലം വഅദ്ദദഹു, ജമഅ കൈദഹു, ജുമിഅ സഹറത്തു. എത്ര കൃത്യമായിട്ടാണ് ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ നിങ്ങൾ നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹദീസ് ഷരീഫിൽ മൻ തറക്ക സലാസ ജുമഇൻ, 3 ജുമഅ ഒരാൾ ഒഴിവാക്കിയാൽ തഹാവുനം ബിഹ, അതിന് വലിയ കാര്യമൊന്നുമില്ല, ജുമഅക്ക് വേണ്ട ആവശ്യമൊന്നുമില്ല. അതാണ് ചില മഹല്ലുകളൊക്കെ ഫൈന് നിശ്ചയിക്കും. 3 ജുമഅക്ക് സ്ഥിരമായിട്ട് വരാത്ത ആളുകൾക്ക് ചില മഹല്ലുകളിൽ ഫൈൻ ഇടാറുണ്ട്. അല്ലെങ്കിൽ ചില മഹല്ലുകൾ കാരണം ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് 3 ജുമഅക്ക് വന്നിട്ടില്ല എന്നുള്ളതൊക്കെ. അത് ഈ ഹദീസ് ഷരീഫിൽ നിന്ന് വരുന്ന ഒരു ഇതാണത്. എന്നിട്ട് പറയണത്, അങ്ങനെ വരാതിരുന്നാൽ തബ അല്ലാഹു അല ഖൽബിഹി എന്നാണ് പറയണത്. അള്ളാഹു അവൻ്റെ കൽബിന് അതേ പ്രയോഗമാണ് ഖുർആനിലും വന്നത്. കദാലിക യത്ബഉല്ലാഹു അലാ കുല്ലി ഖൽബി മുതകബ്ബിരിൻ ജബ്ബാർ എന്ന് പറയുന്നത്. അതാണ് സൂറത്ത് ഗാഫിറിൽ 35. അപ്പോൾ ഈ ഖുർആനിലെ ഈ അതിൻ്റെ ആത്മീയമായ തലവും അത് വിശദീകരിക്കുന്ന ചില ഹദീസുകളും തമ്മിൽ യോജിച്ച് വരാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇന്നലേറ്റ എൻ്റെ ഒരു സഹോദരന് ഫോണിൽ വിളിച്ചപ്പോൾ സംസാരിച്ചു. ഇപ്പോൾ നിങ്ങൾ നബി, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണെന്ന് നബിയോട് ഒരാൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, നിൻ്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചപ്പോൾ നിൻ്റെ ഉമ്മയാണ്. പിന്നെയും ചോദിച്ചപ്പോൾ ഉമ്മുക്ക എന്ന് പറഞ്ഞു, നിൻ്റെ ഉമ്മയാണ്. 4-മതും ചോദിച്ചപ്പോഴാണ് അബൂക്ക എന്ന് പറഞ്ഞത്. അപ്പോൾ 1 വട്ടമാണ് അബൂക്ക, 3 വട്ടം ഉമ്മുക്ക എന്നാണ് പറഞ്ഞത്. ഖുർആനിലും അങ്ങനെ തന്നെയാണ്. മറിയമിനോട് ഉമ്മുക്കി എന്ന് 3 പ്രാവശ്യവും, ഒരു സ്ഥലത്ത് മാക്കാന അബൂക്കിമ്ര സൗഇൻ എന്ന് ഒരു സ്ഥലത്ത് അബൂക്കി എന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആ ഖുർആനിൻ്റെ പ്രയോഗത്തിൽ നിന്നാണ് ആ ഹദീസ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ ഞാൻ പറയണ്ടായി. ഇനി മൂസ നടത്തുന്ന 3 ജുമയും കൂടി നമുക്കൊന്ന് പഠിക്കാം. അത് കഴിഞ്ഞിട്ടാണ് 4-മത്തെ ഇതിലാണ് അവർ ഒന്നിച്ചാകുന്നത്. ഈ യൗമു തഗാബുനിലേക്ക് എത്തുകയാണ് 3-മത്തെ ജുമയിൽ. അവിടുന്നാണ് പിന്നെ 4-മതിൽ യൗമ തറ അൽ ജംആനി എന്ന് പറയുന്ന അവിടെ വെച്ചിട്ടാണ് 2 കൂട്ടരും കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുന്നത്, ബുദ്ധിപരമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് ഒരാളുടെ റുഇയത്ത്. അത് അവിടെ വിശദീകരിക്കാം. അപ്പോൾ തദ്ഉ മൻ അദ്ബറ വതവല്ല വജമഅ ഫഔഅ എന്ന് പറയുന്ന സൂറത്ത് മആരിജിലെ 17-18 വചനങ്ങളാണ്. തദ്ഉ മൻ അദ്ബറ വതവല്ല, നീ വിളിക്കുന്നത് മൻ അദ്ബറ വതവല്ല. അത് ഫിറൗനിനെയാണ് വിളിക്കുന്നത്. മൂസ തൻ്റെ ഉള്ളിലെ ഫിറൗനിനെ വിളിക്കുകയാണ്. എന്നിട്ട് വജമഅ ഫഔഅ, കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ഫഔഅ, അതിന് വഴി ഉൾക്കൊള്ളുകയും ചെയ്യുകയാണ്. വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ബോധമണ്ഡലമാണത്. ആ ബോധതലം ആ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ സൂറത്ത് ഷൂറയിലാണെന്നാണ് തോന്നുന്നത്. വകദാലിക ഔഹൈനാ ഇലൈക ഖുർആനൻ അറബിയ്യൻ ലിതുൻദിറ ഉമ്മൽ ഖുറ വമൻ ഹൗലഹ എന്നിട്ട് പറയുന്നത് വതുൻദിറ യൗമൽ ജംഇ, 2-മത്തെ യൗമുൽ ജംഇ ലാ റൈബ ഫീഹി ഫരീഖും ഫിൽ ജന്നത്തി വ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞിട്ട്. അതാണ് 2-മത്തെ. അത് കുറച്ചധികം വിശദീകരിക്കേണ്ടതാണ്. നമ്മളവിടെ യൗമുൽ ജംഇ മാത്രമേ പറയുന്നുള്ളൂ. ഉമ്മുൽ ഖുറയെ മക്കക്കാർക്ക് മാത്രമാണ് ഈ ഖുർആനുൻ അറബി. ഇത് ലോകത്തിനൊന്നുമല്ല
എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ഒരുപാട് വിശദീകരിക്കാനുണ്ട്. അവിടേക്ക് ഞാനിപ്പോൾ പോകണമെന്നില്ല. എന്താണ് ഖുറ എന്നുള്ളത്, എന്താണ് ഖറിയത്ത് എന്നുള്ളത്, എന്താണ് മദീനത്ത് എന്നുള്ളത്, ആ ഖറിയത്തുകളുടെയൊക്കെ ഏതാണ്, അത് മക്കയാണോ അതോ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ഉമ്മുൽ ഖുറ എന്നുള്ളതൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് എൻ്റെ ക്ലാസ് നിരവധി തവണ കേട്ട ആളുകൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാവും. കാരണം ഖറിയത്തും മദീനത്തും ഞാൻ വേർതിരിച്ച് വിശദീകരിച്ചിരുന്നു. ഖറിയത്ത് എന്ന് പറയുന്നത് ഒരു വില്ലേജ് എന്ന് പറയുന്ന ഒരു ഭൂമിയിലെ ഒരു ഗ്രാമമല്ല, ആത്മജ്ഞാനത്തിലേക്ക് എത്താത്ത മനുഷ്യൻ്റെ മനസ്സാണ്. ആ മനസ്സിനെയാണ് അള്ളാഹു കം അഹിലക്കിനാമിൻ ഖറിയത്തിൻ, എത്രയെത്ര ഗ്രാമങ്ങളെ ഞാൻ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആ ആയത്തുകളൊക്കെ അവിടേക്കാണ് സൂചന നൽകുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാതെ എന്താണ് ഞാൻ അവിടെ ചോദിച്ചിരുന്നു, എന്താണ് അള്ളാഹുവിന് ഗ്രാമങ്ങളോട് മാത്രത്ര ദേഷ്യം? വകം അഹിലക്കിനാമിൻ മദീനത്തിൻ, മുദിനിൻ അല്ലെങ്കിൽ മദീനത്തിൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. എത്രയെത്ര പട്ടണങ്ങളെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു, എന്താ പറയാത്തത്? അപ്പോൾ ഗ്രാമങ്ങളെ എന്താണ് നശിപ്പിക്കാനുള്ള കാരണം? അപ്പോൾ അത്തരം മനസ്സുകൾക്ക് പരിവർത്തനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അതിനെ നശിപ്പിക്കുക എന്ന് പറയുന്നത്. ഈ ആത്മീയമായ ജ്ഞാനത്തിലേക്ക് എത്താത്ത, അതാണ് ഖറിയത്തും വാലിമത്ത്, ഇരുട്ടുള്ള ഖറിയത്ത് എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഗ്രാമം ലുൽമിലേക്ക് പോകുകയല്ല. വലാക്കിൻ കാനു അംഫുസഹും യദ്ലിമൂന്നല്ല, അവരുടെ നെഫ്സ് തന്നെയാണ് ലുൽമത്തിലേക്ക്, ഇരുട്ടിലേക്ക് പോകുന്നത്. മാ ലലംനാഹും, ഞാനല്ല അവർക്ക് ഇരുട്ട് കൊടുത്തത് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ ആ ഖറിയത്താണ് ലാലിമത്ത്, ഇരുട്ടിലേക്ക് പോകുന്ന മനസ്സാകുന്നത്. ആ ഖറിയത്തിനെയാണ് കം അഹിലക്കിനാമിൻ ഖറിയത്തിൻ എന്ന് പറയുന്നത്. അതിനെയാണ് പരിവർത്തിപ്പിച്ചെടുക്കുന്നത്. അല്ലാതെ അതിനെ തെതുമീർ ചെയ്യുക, നശിപ്പിച്ച് തകർത്ത് തരിപ്പണാക്കുക എന്നുള്ള അർത്ഥത്തിനല്ല. അതാണ് കം അഹിലക്കിനാമിൻ ഖറിയത്തിൻ എന്ന് പറയണത്. അപ്പോൾ അതാണ് ഞാൻ കുറച്ച് അധികം വിശദീകരിക്കേണ്ട സ്ഥലമാണ്. നമുക്കവിടെ യൗമുൽ ജംഅ ലാ റൈബ ഫീഹി എന്ന് പറയുന്ന ആ തലം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അതാണ് മൂസയുടെ 2ാമത്തെ ജുമ എന്ന് പറയുന്നത്. 3ാമത്തെ ജുമയാണ് ഞാൻ ആദ്യം വായിച്ചത്, സൂറത്തു തഗാബുനിലെ 9ാമത്തെ വചനം. യൗമ യജ്മഅക്കും ലി യൗമിൽ ജംഇ ദാലിക യൗമു തഗാബുൻ എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് അവർ വിജ്ഞാനത്തിൻ്റെ നുബൂഹിലേക്ക്, വിജ്ഞാനം അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ അത് ഞാൻ പറഞ്ഞല്ലോ, നബഗ എന്ന് പറയുന്നത് വബന എന്ന് പറയുന്നത് ഒക്കെ ഒരേ അക്ഷരങ്ങളാണ്. ആ വിജ്ഞാനത്തിൻ്റെ ഉയരങ്ങളിലേക്ക് അവരെത്തിച്ചേരുന്ന വേളയാണ്, അവിടെയാണ് യൗമുൽ ജംഅ നടക്കുന്നത്. എന്നിട്ടാണ് പിന്നെ സൂറത്ത് ശൂറ 61 മുതൽ 66 വരെ 4ാമത്തെ ജുമയിലാണ് അവിടെ അവർ ഒന്നായി മാറുന്നത്. 2 കൂട്ടരും ഒരു ജുമയ്ക്ക് കൂടുന്നത് അവിടെ വെച്ചാണ്. അതാണ് ഫലമ്മ തറ അൽ ജംആനി ഖാല അസ്ഹാബ് മൂസ ഇന്നാല മുദ്റകൂൻ എന്ന് പറഞ്ഞത് അവിടെ വെച്ചിട്ടാണ്. 61ാമത്തെ സൂറത്തു അശൂറായിൽ അവിടെ വെച്ചാണ് അവർ ഒന്നായി മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഫലമ്മ തറ, അവർ 2 ജംഉം കൂടി കണ്ടുമുട്ടിയപ്പോൾ, അതാണ് ജംആനി എന്നുള്ള വാക്ക് 4 സ്ഥലത്താണ്. ഈ 3 സ്ഥലത്ത് ആദ്യം ജംആനി വന്നിട്ടുണ്ട്. അതാണ് അവിടേക്കും പോകാൻ കഴിഞ്ഞിട്ടില്ലത്. ഇനി ആ 3 യൗമുൽ തക്കൽ ജംആനി എന്ന് പറയുന്ന 3 സ്ഥലങ്ങളിലുള്ള ജംആനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കണം. ഏത് വേളയിലാണ് അവർക്ക് ഫുർഖാൻ കിട്ടുന്നത് എന്ന്. യൗമുൽ തക്കൽ ജംആനി വ യൗമുൽ ഫുർഖാനി, ഇവർ രണ്ടും ഒന്നിച്ച് ചേരുമ്പോൾ അവർക്ക് ഫുർഖാൻ കിട്ടുകയാണ്. അതാണല്ലോ വൈദ് ഫറഖന ബിക്കുമുൽ ബഹ്റ എന്ന് പറയുന്നത്. അതാണ് വിജ്ഞാനത്തിൻ്റെ 2 സാഗരങ്ങളും വേറിട്ട് കിട്ടുന്ന വേളയാണ്. ലാഹിറും ബാത്തിനും വേറിട്ട്, ആന്തരികവും ബാഹ്യവുമായ ജ്ഞാനങ്ങൾ വേറിട്ട് കിട്ടുന്ന വേളയാണ് അത് യൗമുൽ ഫുർഖാൻ. അങ്ങനെ ആ 3 ജംആനിയും കൂടി വിശദീകരിക്കുമ്പോഴാണ് ഇത് പൂർണ്ണമാവുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടെ ഫലമ്മ തറ എന്ന് പറയുന്നത് ആ 2 ശത്രു സൈന്യങ്ങൾ, മൂസയുടെ സൈന്യവും ഫിറൗനിൻ്റെ സൈന്യവും എന്ന് പറഞ്ഞാൽ ബാഹ്യമായ 2 സൈന്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ, കണ്ടുമുട്ടിയപ്പോൾ എന്നുള്ള അർത്ഥത്തിനല്ല. തറ എന്ന് പറയുന്നത് അവർ കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുകയാണ്, മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ്
കാര്യങ്ങൾ യുക്തിഭദ്രമായി ബുദ്ധിപരമായി കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുകയും ഈ ആത്മീയ ജ്ഞാനത്തെ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്യുന്ന ആ അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്ന അതാണ് ഫലമ്മ തറ അൽ ജംആനി എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല മനസ്സിലാക്കിയിരുന്നത്. നമ്മൾ മനസ്സിലാക്കിയിരുന്നത് രണ്ട് സൈന്യവും തമ്മിൽ കണ്ടുമുട്ടി എന്നാണ്. ബാഹ്യമായ കണ്ടുമുട്ടലാണ് അവിടെ മനസ്സിലാക്കി വെച്ചിരുന്നത് ഞാനും നിങ്ങളൊക്കെ. അപ്പോഴാണ് കാല അസ്ഹാബ് മൂസ, അവിടെയാണ് ഞാൻ പറഞ്ഞില്ലേ ഖുർആനിൽ ഏക സ്ഥലത്താണ് സാഹിബായി മാറുന്നത്, മൂസയുടെ സഹാബത്തായി മാറുകയാണ് അവിടെ. അതാണ് അസ്ഹാബ് മൂസ, സഹാബത്തായി, മൂസയുടെ സഹാബത്തായി മാറുകയാണ് അവിടെ. മൂസയുടെ സഹാബത്ത് പറയാണ്, അവിടെ സുഹബത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇന്നാലെ മുതറക്കും, ഞങ്ങളിതാ അപ്പം പിടിക്കപ്പെടും, ഇപ്പം ഫിറൗനിനാൽ ഞങ്ങൾ പിടിക്കപ്പെടുന്നല്ല. ഇദ്റാക്ക് എന്ന് പറയുന്നത് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നാണ്, കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നാണ്. ഞങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടിയ ആളുകളായി ഞങ്ങൾ മാറി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് പറഞ്ഞത്. അപ്പോൾ പറയുന്ന അങ്ങനെയല്ല, എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും എന്നവിടെ പിന്നീട് പറയുന്നത്. അതാണ് റബ്ബ് ആ യൗമുൽ ജംഇലേക്ക് കൊണ്ടുവന്ന് വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെറിയ വിശദീകരണം മതി എന്ന് പറഞ്ഞാൽ ചെറിയ വിശദീകരണം നൽകിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഇന്നത്തോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനായിട്ടും മണിക്കൂറുകളെടുത്ത് വിശദീകരിക്കായിരുന്നു. ഇനിയും ഇതിൻ്റെ തുടർച്ചകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവ്യക്തമായ കാര്യങ്ങളുണ്ടെങ്കിൽ വ്യക്തമാകും എന്നാണ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. സലാം.